നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ആലപ്പുഴ അമ്പലപ്പുഴയിൽ വീടിനടുത്തുള്ള റെയിൽവേ പാളത്തിലേക്ക് ഇഴഞ്ഞു കയറിയ 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാക്കാഴം പുതുവൽ വിനീതിൻ്റെയും സൂര്യയുടെയും ഏക മകൻ ദ്രിനവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. ലോക്കോ പൈലറ്റിൻ്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ കൊല്ലത്തേക്ക് പോയ മെമു ട്രെയിൻ തട്ടിയായിരുന്നു അപകടമുണ്ടായത്. സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ലോക്കോ പൈലറ്റിൻ്റെ മൊഴി കൂടി വന്ന സാഹചര്യത്തിലാണ് ദുരൂഹതയില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. കുട്ടി താഴെ നിന്നും ട്രാക്കിലേക്ക് പെട്ടെന്ന് ഓടിക്കയറുന്നത് കണ്ടിരുന്നു എന്നാണ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കുട്ടി ട്രാക്കിലേക്ക് കയറുന്നത് കണ്ട് ലോക്കോ പൈലറ്റ് ട്രെയിനിൻ്റെ വേഗത കുറയ്ക്കാൻ പരമാവധി ശ്രമിച്ചതാണ്. എന്തായാലും അത് വിഫലമായി. നമുക്കറിയാം, പാഞ്ഞു വരുന്ന ട്രെയിനാണ്. എത്രത്തോളം വേഗത കുറയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അത് ഒന്നും ആകില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്കോ പൈലറ്റിൻ്റെ മൊഴി നിർണായകമായി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ മറ്റ് അസ്വാഭാവിക സാഹചര്യങ്ങളോ ദുരൂഹതയോ ഇല്ല എന്ന നിഗമനത്തിൽ അമ്പലപ്പുഴ പോലീസ് എത്തിയിരിക്കുകയാണ്. കുട്ടി റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയതിൽ നാട്ടുകാർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു കുട്ടി എങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് എത്തി, അതും ആ സമയത്ത് തന്നെ എങ്ങനെ എത്തി എന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. എന്തായാലും ലോക്കോ പൈലറ്റിൻ്റെ മൊഴി കൂടി വന്ന സാഹചര്യത്തിൽ ആ ഒരു സംശയത്തിനൊക്കെ പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. ഉയർന്നുനിന്ന പല ആശങ്കകൾ അതിനെല്ലാം ഒരു വിരാമമായിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളിയായ പിതാവും സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ മാതാവും ജോലിക്ക് പോയ സമയത്ത് കുട്ടിയെ തൊട്ടടുത്തുള്ള അമ്മയുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. വീടും മാത്രമല്ല ഈ റെയിൽ പാളവും തമ്മിൽ 30 മീറ്ററിന് അകലം പോലുമില്ല. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്നാണ് ഈ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് ഓടിക്കയറിയത്. കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുട്ടിയെ കാണാനില്ല. ഇതേ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നു. ഒടുവിൽ മൃതദേഹം പാളത്തിനരികിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അമ്പലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരുന്നു. മകൻ്റെ മരണവാർത്ത അറിഞ്ഞ പിതാവ് തളർന്നു വീണു. വിനീതിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. പോലീസും റെയിൽവേ അധികൃതരും സംഭവത്തിൽ തുടരന്വേഷണം നടത്തുകയാണ്. എന്തായാലും അയൽക്കാർ സംശയങ്ങൾ ഉന്നയിച്ചു. സമീപവാസികളൊക്കെ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നില്ല കുട്ടിക്ക് അപകടം ഉണ്ടായത്. അമ്മ ജോലിക്ക് പോകുന്ന സമയം അമ്മൂമ്മയുടെ വീട്ടിലാണ് കുട്ടിയെ ഏൽപ്പിക്കാറുള്ളത്. അമ്മൂമ്മയുടെ അയൽവാസികളാണ് കുട്ടിയെ കൂടുതൽ നേരവും നോക്കുന്നത്. ഈ വീടും റെയിൽവേ പാളവും തമ്മിൽ അത്ര അകലമൊന്നുമില്ല. പക്ഷേ റെയിൽ പാളത്തിലേക്കുള്ള ഉയരമുള്ള തിട്ട, അത് കുട്ടി എങ്ങനെ തനിയെ കയറുമെന്ന ചോദ്യമാണ് സമീപവാസികളടക്കം ഉന്നയിക്കുന്നത്. 1.5 വയസ്സുകാരനാണ്. ഈ തിട്ട ഒറ്റയ്ക്ക് കയറാനുള്ള ഒരു പ്രാപ്തി ആ കുട്ടിക്കുണ്ടോ എന്നതടക്കമുള്ള സംശയമൊക്കെ സമീപവാസികൾക്കൊക്കെ ഉണ്ടായി. ആ ഒരു സംശയം ഉണ്ടായ സാഹചര്യത്തിലാണ് ലോക്കോ പൈലറ്റിൻ്റെ മൊഴി നിർണായകമാകുന്നത്. കുട്ടി തിട്ട കയറി വരുന്നത് കണ്ടിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയിരിക്കുന്ന മൊഴി. കുട്ടി മുറ്റത്ത് നിന്ന് കളിക്കുമായിരുന്നു. തൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴാണ് കാണാതായത് എന്നാണ് കുട്ടി ആ സമയം നോക്കിയിരുന്ന അയൽവാസി പ്രതികരിച്ചിരിക്കുന്നത്. 1.5 വയസ്സുകാരൻ വേഗത്തിൽ നടക്കുമായിരുന്നു. എന്നാൽ ഇത്രയും ഉയരം വലിഞ്ഞു കയറുമെന്ന് വിചാരിച്ചില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ കയറുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്നും അയൽവാസി പ്രതികരിച്ചു. ഈ കുട്ടിക്ക് ട്രെയിൻ പേടിയായിരുന്നുവെന്നും ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറുമായിരുന്നുവെന്നും കുട്ടിയെ നോക്കിയിരുന്ന അയൽവാസിയായ സ്ത്രീ പറയുകയുണ്ടായി. എന്തായാലും ഒരുപാട് ദുരൂഹത, ഒരുപാട് സംശയങ്ങളൊക്കെ നിലനിന്നു. ആ സംശയങ്ങൾക്കൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ലോക്കോ പൈലറ്റിൻ്റെ മൊഴി സംഭവത്തിലേറെ മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ആലപ്പുഴ കരുവാറ്റയിൽ കഴിഞ്ഞ ദിവസം വയോധികൻ കൊല്ലപ്പെട്ട സംഭവം, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതുകൂടി വിശദമായി നോക്കാം. ആലപ്പുഴ കരുവാറ്റയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവം. ഈ സംഭവത്തിൽ ഇപ്പോൾ 13കാരി അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. പോലീസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് 13കാരി. തനിക്കിതുവരെയും സ്നേഹം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ആരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, അത് തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതെന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒരു 13 വയസ്സുകാരി പോലീസിന് മുന്നിൽ പൊട്ടിക്കരയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ടുകൾ അറിഞ്ഞു. ഈ കുട്ടിയുടെ ഒരു സാഹചര്യം, പശ്ചാത്തലമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പശ്ചാത്തലവും സാഹചര്യം എന്തൊക്കെ തന്നെയായാലും ചെയ്തത് കൊലപാതകം തന്നെയാണ്, ന്യായീകരിക്കാനാകില്ല എന്ന് വ്യക്തമായി അറിയാമെങ്കിൽ പോലും ആ ഒരു സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഒന്ന് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും തനിക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല, തനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ആ പെൺകുട്ടി പോലീസിനോട് പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്. നിസ്സഹായരായി നിൽക്കുകയാണ് പോലീസ്. ഒരു 13കാരി അവർക്ക് മുന്നിൽ ഇരുന്ന് ഇതുവരെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സ്നേഹം തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പറയുമ്പോൾ
പോലീസും നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 1:30 ശിവൻകുട്ടിയുടെ മൃതദേഹം മോർച്ചറിക്ക് പുറത്തെത്തിച്ചപ്പോൾ അധികം ആരും കാത്തിരിക്കാനുണ്ടായിരുന്നില്ല. അതേ ആശുപത്രിയിൽ പ്രസവിച്ച് കിടക്കുകയാണ് മകൾ, അതായത് ശിവൻകുട്ടിയുടെ മകൾ. ആ മകളെ അറിയിക്കാതെ തൊട്ടടുത്തുള്ള മോർച്ചറിക്ക് മുൻപിൽ ഭാര്യ സരസ്വതി വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അതായത് പേരക്കുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു സരസ്വതിയും ശിവൻകുട്ടിയും എല്ലാം. അതിനിടയിലാണ് ശിവൻകുട്ടി അതിക്രൂരമായി ഇവർ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ മകൾ പ്രസവിച്ചത്. ആ പ്രസവിച്ച മകളെ അറിയിക്കാതെ തൊട്ടടുത്തുള്ള അതേ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ശിവൻകുട്ടിയുടെ മൃതദേഹം എത്തിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷമാണ് ഭർത്താവിൻ്റെ മൃതദേഹം സരസ്വതിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മാത്രമാണ് ഭർത്താവ് മരിച്ച വിവരം സരസ്വതി അറിയുന്നത്. ഒരിടത്ത് ഭർത്താവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്, മറ്റൊരിടത്ത് തൻ്റെ മകൾ പ്രസവിച്ച് കിടക്കുകയാണ്. സരസ്വതി എന്ന അമ്മ അക്ഷരാർത്ഥത്തിൽ ഒരു ആശുപത്രി, ഒരു വശത്ത് പ്രസവ വാർഡ്, ഒരു വശത്ത് മോർച്ചറി, രണ്ടിൻ്റെ നടുവിൽ നിന്ന് നെഞ്ച് നീറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സരസ്വതി എന്ന വീട്ടമ്മയുടെ. മകൾക്കായി ഭക്ഷണം പോലും എത്തിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു അവർ ആയിരുന്നത്. കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത സാഹചര്യം. കൈക്കുഞ്ഞുമായി മകൾ വരുന്നത് പ്രതീക്ഷിച്ച ശിവൻകുട്ടിയെ കാത്തിരുന്നത് മരണമാണെന്നോർത്തപ്പോൾ സരസ്വതി അക്ഷരാർത്ഥത്തിൽ നെഞ്ചുപൊട്ടി വിതുമ്പുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് മകളുമായി ആശുപത്രിയിൽ ഇവർ എത്തുന്നത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെ മകൾ പ്രസവിച്ചു. പെൺകുഞ്ഞായിരുന്നു. മകൾക്ക് കഞ്ഞി കൊടുക്കാൻ പോലും ആരുമില്ല, പോയി വരാം എന്ന് പറഞ്ഞ് സങ്കടമടക്കി കണ്ണീർ തുടച്ച് സരസ്വതി പ്രസവ വാർഡിലേക്ക് പോയി. മകളും ഭർത്താവും വിദേശത്തായിരുന്നു. പ്രസവത്തിനായി നാട്ടിലെത്തിയതായിരുന്നു മകൾ. വിവരമറിഞ്ഞ് വിദേശത്തുള്ള മൂത്ത മകൾ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കരുവാറ്റയിൽ 2 പെൺമക്കൾക്കുമായി സ്ഥലം വാങ്ങി വീട് പണിയുന്നുണ്ട്. ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകാറായി, മറ്റൊന്നിന് തറ കെട്ടിയിട്ടുമുണ്ട്. അതേസമയം ഈ 13 വയസ്സുകാരി പോലീസ് സംഘത്തോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മാത്രമല്ല ഈ കുട്ടിയുടെ ഒരു സാഹചര്യം, പശ്ചാത്തലം ഒക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ സ്നേഹം എന്താണെന്ന് അറിയില്ല, തനിക്കിതുവരെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊരു 13 വയസ്സുകാരി വിളിച്ചു കൂകുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കുട്ടി എത്തി എന്നതും ഒരു ചോദ്യം തന്നെയാണ്. പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷമായിരുന്നു ഈ 13 വയസ്സുകാരിയുടേത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അമ്മയുടെ അസാന്നിധ്യത്തിൽ ബന്ധുഗൃഹങ്ങളിൽ മാറി മാറിയാണ് താമസിച്ചത്. പലതവണ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട്. മോശം കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു. ഉറ്റ ബന്ധുവിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായി. അങ്ങനെ ആകെ മൊത്തം വല്ലാത്തൊരു ജീവിതം തന്നെയാണ് ഈ 13 വയസ്സുകാരി നയിച്ചത്. പ്രായത്തിന് ചേരാത്ത ക്രൂരമായ കൊലപാതക ആസൂത്രണത്തിൽ നിർണായക ഘട്ടമായി മാറിയതിൽ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ളതാണ് കുട്ടി. ഈ കൊച്ച് ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ 2 വഴിക്കായി. അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയി. അവിടെ വെച്ച് പരിചയപ്പെട്ട മറ്റൊരാളുമായി അമ്മ രണ്ടാമത് പുനർവിവാഹം കഴിഞ്ഞു. വീട്ടിൽ നിന്ന് തനിക്ക് അക്രമം നേരിടുന്നുവെന്ന് ഒട്ടേറെ തവണ സ്കൂളിൽ കുട്ടി പരാതി പറഞ്ഞിരുന്നുവെന്നാണ് വിവരം. ഷെൽട്ടർ ഹോമിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ റിപ്പോർട്ട് ചെയ്യരുതെന്നും അപേക്ഷിച്ചിരുന്നു. പിന്നാലെ അമ്മയുടെ 2ാം വിവാഹം കൂടി കഴിഞ്ഞപ്പോൾ അമ്മ തന്നിൽ നിന്ന് അകന്നു എന്ന ഒരു തോന്നൽ കുട്ടിയെ വേട്ടയാടി. മുൻപ് 1ലേറെ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലീസിൻ്റെ സഹായത്തോടെ കണ്ടെത്തുകയും വീട്ടിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടില്ലെന്ന് പറഞ്ഞു കുട്ടി പ്രതികളായ കൗമാരക്കാരുടെ വീട്ടിൽ നിന്നും പൊതുപ്രവർത്തകർ ഇടപെട്ട് തിരികെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.